പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ചന്ദ്രികാ ദിനപത്രത്തിൽ ഇന്ന് രണ്ട് നേതാക്കളുടെ അനുസ്മരണ ദിനമാണ്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഓർമ്മ ദിനമാണ് ദുൽഹജ്ജ് 13. പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെക്കുറിച്ച് നൗഫൽ വാഫി കിഴക്കോത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു നേതാവിൻ്റെ ഓർമ്മദിനം കൂടിയാണ് ഇന്ന്. ആ നേതാവിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓരോ നേതാക്കളും ഓരോ ചരിത്ര പുസ്തകങ്ങളാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള, മുസ്ലിം ലീഗിനെ പടുത്തുയർത്തിയിട്ടുള്ള, മൺമറഞ്ഞ ഒരുപാട് സമുന്നതരായ നേതാക്കളുടെ, മഹാന്മാരായ നേതാക്കളുടെ, സൂഫിവര്യന്മാരുടെ, പണ്ഡിതന്മാരുടെ, അങ്ങനെ വലിയ വലിയ നേതാക്കളുടെ ആ നേതൃത്വത്തിൽ അവരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇന്ന് ഒരു വടവൃക്ഷം പോലെ 7.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഉദിക്കാച്ചിയ പൊന്നു പോലെ ഇന്നും ജനമനസ്സുകളിൽ ഇടം നൽകി രാഷ്ട്രീയ ലാഭത്തിനോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ ലാക്കാക്കാതെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിൻ്റെ പോഷകഘടകങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ലോകത്തെമ്പാടുമുള്ള KMCCയുടെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അടിവേരുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമം ഒന്നും ലാക്കാക്കാതെ, പാർട്ടിക്ക് സ്വാധീനമില്ലെങ്കിൽ പോലും അവിടെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന ഇന്ത്യയിലെ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിനും, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 60% വരുന്ന മറ്റു പിന്നോക്കക്കാർക്കും വേണ്ടി പാർലമെൻറ്റിൽ കൃത്യമായി, പാർലമെൻറ്റിനകത്തും രാജ്യസഭക്കകത്തും കൃത്യമായി ശബ്ദമുയർത്തുന്ന 7.5 പതിറ്റാണ്ട് കാലമായി ഇടതടവില്ലാതെ മുന്നോട്ട് പോകുന്ന, അതോടൊപ്പം തന്നെ യാതനകളും വേദനകളും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള നേതാക്കളുടെ, മഹാന്മാരായ നേതാക്കൾ കാണിച്ചു തന്ന പാന്താവിലൂടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങി കൃത്യമായി തന്നെ 7.5 പതിറ്റാണ്ട് കാലം കഴിയുമ്പോൾ മുസ്ലിം ലീഗിന് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 5 പാർലമെൻറ്റേറിയന്മാർ, 3 പാർലമെൻറ്റ് MP-മാരും 2 രാജ്യസഭാ MP-മാരും അടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ ഇന്ന് വലിയൊരു വൃക്ഷമായി, വടവൃക്ഷമായി പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മൺമറഞ്ഞ നേതാക്കളെ നമ്മളെല്ലാവരെക്കുറിച്ചും നമുക്ക് ചെറിയതായ അറിവുകൾ നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ചന്ദ്രികയിൽ ജൂൺ 10 ചൊവ്വാഴ്ച ഇറങ്ങിയ ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെക്കുറിച്ച് ഒരു ലേഖനമുണ്ടായിരുന്നു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട KE സാഹിബ് എന്ന ഹരിത ശോഭ എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ KP അബ്ദുൽ കരീം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട KE സാഹിബിൻ്റെ ഓർമ്മകൾക്ക് 31 വർഷം കഴിഞ്ഞ ഒരു ഓർമ്മ നമുക്ക് ഓരോ നേതാക്കളെയും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തെ ഓർത്തെടുക്കുന്നത് പോലെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ജനോപകരമായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും പ്രസ്ഥാനത്തിന് മാറ്റിവെച്ച നേതാക്കളുമായിട്ട് കടന്നുപോയ പ്രസ്ഥാനമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട KE സാഹിബിനെയാണ്. കിങ് മേക്കർ എന്നായിരുന്നു 1994 ജൂൺ 10 അന്നത്തെ ചന്ദ്രിക എഡിറ്റോറിയൽ പേജിലെ തലവാചകം.
കിങ് മേക്കർ എന്ന പേരിലായിരുന്നു പ്രിയപ്പെട്ട കെ സാഹിബിനെ അറിയപ്പെട്ടിരുന്നത്. അക്കാലത്തെ വാർത്താമാധ്യമങ്ങളിൽ കെ സാഹിബിൻ്റെ നെറ്റിയിൽ ചാർത്തിയ സവിശേഷ മുദ്രയായിരുന്നു ആ പദവി. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്നു CKP ചെറിയ കെ സാഹിബ്. കെ സാഹിബിൻ്റെ ജീവചരിത്രം ഹരിതശോഭയുടെ ചരിത്രം കൂടിയാണ്. സത്താർ സേട്ട് സാഹിബിൻ്റെ ഇഷ്ടശിഷ്യനായി കടന്നുവന്ന വഴികളിൽ കെ സാഹിബിനെ ഉപ്പി സാഹിബിൻ്റെയും സീതി സാഹിബിൻ്റെയും തലശ്ശേരിയിലെ സാമീപ്യവും വക 18 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിച്ചതും തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ടാണ്. മന്ത്രിസഭയിലെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പങ്കാളിത്തവും ഏകോപന സമിതിയിലെ ബാഫക്കി തങ്ങളുടെയും കെ സാഹിബിൻ്റെയും സാന്നിധ്യവും ഇതിനെ തുണയായി. കെ സാഹിബിൻ്റെ വ്യക്തിത്വം കേവലമായൊരു രാഷ്ട്രീയക്കാരൻ്റെ ഫ്രെയിമിൽ ഒതുക്കാനുള്ളതല്ല. സർ സയ്യിദ് കോളേജിൻ്റെയും കല്ലിക്കണ്ടി NIM കോളേജിൻ്റെയും ശില്പികളിൽ കെ സാഹിബ് പ്രധാനിയായിരുന്നു. തിരൂരങ്ങാടി കോളേജ്, പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ്, തലശ്ശേരി ദാറുസ്സലാം യത്തീംഖാന എന്നിവ കെ സാഹിബിൻ്റെ പ്രവർത്തന തട്ടകങ്ങളായിരുന്നു. ചന്ദ്രിക, ലീഗ് ടൈംസ് എന്നിവയുടെ ഡയറക്ടർ കൂടിയായിരുന്നു കെ സാഹിബ്. ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഇന്ത്യയിൽ ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി എന്ന അവാർഡ് നൽകിയത് കെ സാഹിബ് സെക്രട്ടറി പദവി വഹിക്കുമ്പോഴാണ്. 1970കളിൽ ജില്ലാ മുസ്ലിം ലീഗിന് സ്വന്തം ഓഫീസ് കെട്ടിടം, പ്രഥമ സൊവനീർ, സ്വന്തമായി ആംബുലൻസ്, ജില്ലാ ലീഗ് കമ്മിറ്റിയുടെ ഹിലാൽ മസ്ജിദ് എന്നിവ അവാർഡിന് പരിഗണനാ വിഷയങ്ങളായിരുന്നു. കെയിംസ് ബംഗ്ലാവും MG റോഡിലെ മാടവും കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നന്മാരായ പ്രമുഖരുടെ സന്ദർശക കേന്ദ്രമായി മാറി. കെ കരുണാകരൻ, AK ആൻ്റണി, MS നമ്പൂതിരിപ്പാട്, AKG, TV തോമസ്, NE ബാലറാം, ബേബി ജോൺ, MP വീരേന്ദ്രകുമാർ എന്നിവർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ബാഫക്കി തങ്ങളുടെ അവസാന ഹജ്ജ് യാത്രയിൽ സഹായിയായി കൂട്ടിയത് കെ സാഹിബിനെയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ ഇല്ലാത്ത അക്കാലത്ത് കെ സാഹിബ് കൊണ്ടുവന്ന ആൽബത്തിലൂടെയായിരുന്നു തങ്ങളുടെ അന്ത്യകർമ്മ നിമിഷങ്ങൾ ആയിരങ്ങൾക്ക് കാണുവാൻ അവസരം ലഭിച്ചത്. മഴ പെയ്ത് തീർന്നാലും ജലചാർത്തുകൾ ഭൂമിയെ നനക്കുന്നത് പോലെ കെ സാഹിബ് എക്കാലവും സ്മരിക്കപ്പെടുന്നു. ബഹുമാന്യനായ കെ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ കെ സാഹിബ് എന്ന ഹരിതശോഭ എന്ന തലക്കെട്ടിൽ നിന്ന് വന്ന ചന്ദ്രികയിലെ റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് വേണ്ടി കെ സാഹിബിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട നേതാവിനോടൊപ്പം അല്ലാഹു നമ്മയും ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.